അസ്സലാമലൈക്കും. നമ്മളിന്ന് കക്കാടംപൊയിൽ പോകാൻ വേണ്ടി രാവിലെ നേരത്തെ തന്നെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കക്കാടംപൊയിൽ എത്തിയപ്പോഴുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. നമ്മൾ വന്നത് സ്കൈ വ്യൂ പാർക്കിലേക്കാണ്. അപ്പോൾ നമ്മൾ നമ്മൾ ഗൂഗിളൊക്കെ കാണുന്ന ഒരു വീടിൻ്റെ മുന്നിലെത്തിയപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സ്കൈ വ്യൂ പാർക്കിൻ്റെ മുന്നിലെത്തിയപ്പോൾ നമ്മൾ നല്ല നേരത്തെ ആയിരുന്നു എത്തിയത്. അതുകൊണ്ട് തന്നെ അത് ഓപ്പൺ ആയിട്ടില്ല. 11 മണിക്കാണ് സ്റ്റാർട്ടിങ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നേരെ ഇവിടുന്ന് ഒരു 500 മീറ്റർ നടന്നാൽ കോഴിപ്പാറ വാട്ടർഫോൾസ് ഉണ്ടെന്ന് പറഞ്ഞു നമുക്കറിയായിരുന്നു. അപ്പോൾ നമ്മളവിടെ ചോദിച്ചു കുറേ ദൂരം ഉണ്ടെന്ന്. അപ്പോൾ ഇല്ല, അപ്പോൾ നമ്മളൊരു വൈബായിട്ട് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞു. സ്കൈ വേ പാർക്കിൽ കയറാണ്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് നടന്നു പോവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നിട്ട് വേണം വീഡിയോസ് കാണാനായിട്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നത് കേട്ടോ. പിന്നെ ക്ലാരിറ്റിയും ഇതൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ഐഫോൺ ഉപയോഗിച്ചിട്ടൊന്നുമല്ല വീഡിയോസ് എടുക്കുന്നത്. എനിക്ക് ഐഫോൺ ഇല്ല. നമുക്ക് വീഡിയോസൊക്കെ കയറി കൂടുമ്പോൾ നമുക്ക് ഐഫോണൊക്കെ വാങ്ങിക്കാം. അങ്ങനെ വഴിയോരങ്ങളിൽ വെള്ളം പോകുന്ന കുറച്ച് ഇടങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നമ്മൾ കോഴിപ്പാറ വാട്ടർഫോൾസിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. മുതിർന്നവർക്ക് മാത്രം ടിക്കറ്റ് മതി. 40 രൂപയാണ് ഒരാൾക്ക്. 2 പേർക്ക് 80 രൂപ ടിക്കറ്റ് എടുത്ത് നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ് കേട്ടോ. നമ്മൾ നല്ലൊരു പ്രതീക്ഷയൊക്കെ വെച്ചിട്ടായിരുന്നു കോഴിപ്പാറ വാട്ടർഫോൾസിലേക്ക് നടന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ നമ്മൾ വിചാരിച്ച അത്ര പ്രതീക്ഷയൊന്നും ഇല്ല. എന്നാലും കുഴപ്പമില്ല. ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ വന്യമൃഗങ്ങളും ബട്ടർഫ്ലൈസൊക്കെ ഉണ്ടാവും, പല ഇനം ഒക്കെ. ഞാനതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ബോർഡ് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും വാട്ടർഫോൾസിലേക്ക് എത്തി. ഈ ഒരു സമയം ആയതുകൊണ്ടാണെന്ന് അറിയില്ല. ഇനി മഴക്കാലത്ത് ഇവിടുത്തെ ഇതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അധികം വെള്ളവും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വാട്ടർഫോൾസിലേക്ക് നമ്മൾ കടത്തി വിടില്ല. ആ ഒരു കമ്പിക്ക് സൈഡിലിരുന്നിട്ട് മാത്രം നമുക്ക് ഈ ഒരു വ്യൂ ഒക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. അങ്ങോട്ട് കടത്തി വിടില്ല കേട്ടോ. മലവെള്ളം വരും, അപകടം കൂടും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കടത്തി വിടാത്തത്. എന്തായാലും വലിയ കുഴപ്പമില്ല. ഈ ഒരു സമയമായതുകൊണ്ടാണോ എന്നറിയില്ല. ഇനിയിപ്പോൾ മഴക്കാലത്ത് വന്നാൽ ഈ വാട്ടർഫോൾസിൻ്റെ ഗതി എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും. എന്തായാലും നമ്മൾ ഇവിടുന്ന് കുറച്ച് സമയം ഇരുന്നു. കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. ആ ഒരു വാട്ടർഫോൾസിൻ്റെ വീഡിയോസും പിന്നെ ആ ഒരു പാറക്ക് സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്